നമ്മൾ തറേൻ്റെ ഇതിങ്ങനെ ഇടാം. ഓക്കെ, ഇതാണ് നമ്മളെ തറയുടെ ഷേപ്പ് വരിക. ഇത് ഒരടീൻ്റെ ചുമര് വീടിനൊക്കെ ഉണ്ടാ, ഇത് ഒരടീൻ്റെ അടിയിലിട്ട് വിചാരിച്ചു. അത് പാതുക ഒരടിയാണ് നമ്മൾ അടിയിലിട്ടെന്ന് വെച്ചാൽ നമ്മളെ പ്ലിന്ത് വരുന്നത് 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് വരുന്ന സമയത്ത് നമ്മളെ മുകളത്തെ ചുമര് വരുന്നത് സെയിം ഇഷ്ടിയുടെ പോലെ 4 ഇഞ്ച്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ടോട്ടൽ വീടിൻ്റെ ലോഡ് വരുന്നത് കറക്റ്റ് അടിയത്തെ തറയുടെ നടുക്കായിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലായോ? ഇനി ഇതേ സിസ്റ്റം തന്നെ നമ്മൾ വെട്ടുകല്ലിൽ ചെയ്യാൻ വിചാരിച്ചോ. വെട്ടുകല്ലിൽ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ 60 സെൻറ്റിമീറ്റർ വേണം അടിയത്തെ കരിങ്കല്ല് കെട്ട് വേണ്ടേ. 60 സെൻറ്റിമീറ്റർ കരിങ്കല്ല് കെട്ടിയിട്ട് ഈ സാധനം ഉണ്ടാവില്ല. അതായത് ഇതാണ് ഇപ്പോൾ അടിയത്തെ തറ വിചാരിച്ചോ. ബെൽറ്റ് രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട്. ചിലപ്പോൾ 60 സെൻറ്റിമീറ്റർ മൊത്തം ഇടും, അല്ലെങ്കിൽ കല്ലിൻ്റെ വണ്ണം 20 സെൻറ്റിമീറ്റർ മാത്രം ഇടുന്ന ആൾക്കാരുണ്ട്. പുറം ചുമരിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ 20 സെൻറ്റിമീറ്ററിൻ്റെ മറ്റേ ചുമര് മാത്രം ഇടുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അരഞ്ഞാണം കൊടുക്കാനായിട്ട് അവർക്ക് എത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ അരഞ്ഞാണം കൊടുക്കുക വിചാരിച്ചോ. ഈ കല്ല് നേരെ ഇങ്ങനെ വരിക. അതായത് പുറം ചുമര് ഇത്രയും ഉണ്ടായിരിക്കും കരിങ്കല്ലിൽ ചെയ്യുമ്പോൾ. ബെൽറ്റ് ചിലപ്പോൾ ചില ആൾക്കാർ ഇവിടെ മുതൽ ഇതുവരെ ഇടും. പക്ഷേ കല്ലിട്ട് പടുക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ ഓഫ്സെറ്റ് വെക്കാൻ പറ്റുക. അപ്പോൾ എന്താ പറയുക, ഫുൾ ചുമരിൻ്റെ ഒരു സൈഡിലാണ് വീടിൻ്റെ മൊത്തം ഭാരം വരുന്നത്. പിരമിഡ് ആയി നമ്മളെ ഇതിൻ്റെ പോലെ അല്ല വരിക. ഇത് എന്തായാലും പറഞ്ഞാൽ കുറ്റിയടിക്കാൻ പോകുമ്പോൾ പല ആൾക്കാരും നമുക്കെല്ലാം സെൻട്രൽ ലൈൻ ഇട്ടിട്ട് JCBൻ്റെ കയറിയാൽ മതി. അതായത് റൂമിൻ്റെ എല്ലാ അതിൻ്റെ സെൻട്രൽ ചുമരിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിരമിഡ് പോലെ കൊണ്ട് എത്രയാണോ ചുമരിൻ്റെ തിക്നെസ് അത് ഡിവൈഡ് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്റർ കട്ട് ഇട്ടിട്ട് എല്ലാ ചുമരും നമുക്ക് ഒരേപോലെ കയറാം. നേരെ മറിച്ചിട്ട് ബാക്കിയുള്ളതിൽ തറ കയറുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, ഇപ്പോൾ ഇതാണ് സെൻറ്റർ വെച്ചാൽ ഈ സൈഡിലേക്ക് കുറച്ച് കൂടുതൽ കയറേണ്ടത്, നല്ല കെട്ട് ഇത്രയും വീതി കിട്ടുള്ളൂ. അതാണ് സംഭവം. അപ്പോൾ നമ്മുടെ ചുമര് വരുന്നത് എങ്ങനെയാണ്, നമ്മുടെ ചുമര് വരുന്നത് ഇങ്ങനെ. ഇത് പാതുക, ഇത് പ്ലിന്ത്, ഇതാണ് നമ്മളെ 4 ഇഞ്ചിൻ്റെ ഭിത്തി. മനസ്സിലായി അമ്മൂനെ? പഠിച്ചാൽ മതി. എല്ലാവരും ചോദിക്കലുണ്ട് ബേസ്മെൻറ്റിന് എത്ര റേറ്റ്, ബേസ്മെൻറ്റ് എത്ര റേറ്റ് എന്ന്. കാരണം നമ്മൾ സ്ട്രക്ചറിന് മാത്രം ഒരു തുക മാത്രമേ പറയാറുള്ളൂ, ബേസ്മെൻറ്റിൻ്റെ റേറ്റ് ഞങ്ങൾ പറയാറില്ല. അതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങളീ കാണുന്നതാണ്. കണ്ടല്ലേ, ഈ ഭൂമിയിൽ ഇതൊരു പാറയാണ്. ഈ പാറ പൊട്ടിച്ച് മാറ്റുകയാണെങ്കിൽ അവിടുത്തെ സ്ഥലം ലെവലാക്കാൻ അത് മൊത്തം പാറയാണ്. ഇപ്പോൾ ആര് കിടക്കുന്ന പ്ലോട്ട് കണ്ടിട്ട് ഒരാളോട് ചോദിക്കുകയാണ് അതിൻ്റെ ബേസ്മെൻറ്റിന് എത്രയാണ് പൈസ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയണമെന്ന് അന്ധനാവും എന്നുള്ളത് പറയാൻ പറ്റുക. കാരണം അവർക്കിപ്പോൾ വേണ്ടത് ഈ ലെവലാണ്, ഈ ഭൂമി ലെവലാണ് വേണ്ടത്. അപ്പോൾ ആ മണ്ണെടുത്ത് മാറ്റാനുള്ള പൈസയും ഇതൊക്കെ നമുക്ക് ബേസ്മെൻറ്റിൻ്റെ പൈസ ആയിട്ട് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ സ്ഥലത്തിനനുസരിച്ചിട്ടാണ് ബേസ്മെൻറ്റിൻ്റെ പൈസ. ഇപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ ഒരാൾക്ക് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ മണ്ണെല്ലാം ഇവിടെ നിന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലുള്ള പാറകളുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഒരു ബേസ്മെൻറ്റ് പണിയാൻ പറ്റുക. ഇനി ഇപ്പോൾ നമ്മളിവിടെ ഒരു ബേസ്മെൻറ്റ് ഇടുന്നുണ്ട്. ഈ ബേസ്മെൻറ്റിൻ്റെ തന്നെ ഇപ്പോൾ ഈ പ്ലോട്ടിലുള്ളത് ഇപ്പോൾ കണ്ടില്ലേ, ചില സ്ഥലത്ത് ഇപ്പോൾ ഒരു നോർമൽ രീതിയിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതാണ് ഫ്ലോർ ലെവലാണ് ഈ കാണുന്നത്. പക്ഷേ ഇത് ഇവിടെ തന്നെ പാറ കണ്ടില്ലേ, ഇത്രയും വലിയ പാറയാണ് ഇവിടെ. അപ്പോൾ നമ്മളത് പൊട്ടിച്ചിട്ടില്ല. കാരണം ബേസ്മെൻറ്റിന് ഇങ്ങനെ ബലമുള്ള മണ്ണ് നല്ലതാണ്. ഈ ഒരു ഭാഗങ്ങളിലൊന്നും തീരെ താന്നിട്ടില്ല, ഒരു അടി പോലും ഇവിടെ താന്നിട്ടില്ല. എന്നാലോ ഇതിൻ്റെ ചില സ്ഥലങ്ങളിൽ നല്ലോണം താഴും ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് 2-3 ലെയറായിട്ട് കിടക്കണത്. ഈ ഒരു സൈഡിൽ കണ്ടില്ല, ഏകദേശം 4 അടിയോളം ഡെപ്ത് പോയി. ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ ഒരു ഒരടി ഇങ്ങനെ, അതായത് മല പോലെ നിൽക്കണത്, കയറി ഇറങ്ങിയിട്ടാണ് നിൽക്കണത്. ഇനി ഇതേ ബേസ്മെൻറ്റിൻ്റെ വീഡിയോസ് തന്നെ ഞാൻ ഇവിടെ മരടിലൊരു ബേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് JCB കൊണ്ട് അത് കുഴിച്ചപ്പോൾ തന്നെ അതിൽ ഇതേപോലത്തെ ഒരു കോളം ചെയ്യാൻ വേണ്ടിയിട്ട് JCB കൊണ്ട് നമ്മൾ മണ്ണെടുത്ത സമയത്ത് തന്നെ അതിൽ ഫുള്ള് വെള്ളമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഇങ്ങനത്തെ ഓരോ പ്ലോട്ട് വരുന്ന സമയത്ത് നമ്മളെങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചറിൽ ബേസ്മെൻറ്റിൻ്റെ പൈസ ഉൾപ്പെടുത്തുക? പറയുമ്പോൾ ചില ആൾക്കാർക്ക് ദേഷ്യം വരെ വരാറുണ്ട്. കാരണം എന്താണ്, ഇപ്പോൾ നിങ്ങൾ വീട് വെക്കുമ്പോൾ അതിൻ്റെയും കൂടി പൈസ, അതായത് ബേസ്മെൻറ്റിൻ്റെയും കൂടി തുക ഉൾപ്പെടുത്തിയിട്ടല്ലേ നിങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രതിസന്ധികളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബേസ്മെൻറ്റിൻ്റെ ഒരു പ്രൈസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാത്തത്. പിന്നെ ഒരു ജില്ലയിലോ 2 ജില്ലയിലോ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു പ്രദേശത്തെ എല്ലാ മണ്ണിൻ്റെ ഘടനയെക്കുറിച്ചിട്ടും ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതന്നെ നമ്മൾ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ചെയ്യുന്ന പ്രോജക്റ്റാണ്. അപ്പോൾ ഇതേമാതിരി ആയിരിക്കില്ല ഞാൻ അടുത്ത തിരുവനന്തപുരം ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ എറണാകുളത്തൊരു പ്ലോട്ടിൽ ഒരു വീട് വയ്ക്കുക എന്ന് പറയുമ്പോൾ അത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അവിടുത്തെ മണ്ണിൻ്റെ ഇതിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ചിട്ടല്ലേ ഓരോ ആൾക്കാരും അതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ പൈസ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആകെ പറയാൻ പറ്റാവുന്നത് ഒരു പരന്ന സ്ഥലത്ത് അത്യാവശ്യം ഉറച്ച മണ്ണാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വീട് വെക്കാൻ എത്ര രൂപ ചിലവാകുമെന്ന് നമുക്കൊരു ഏകദേശം പറയാനേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന പ്ലോട്ടുകളൊക്കെ നോക്കി നോക്കുക, അതൊക്കെ താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ അവർക്ക് അത് പ്ലോട്ട് പൊക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിനുള്ള ബേസ്മെൻറ്റിലാണ് അതിൻ്റെയൊക്കെ എക്സ്പെൻസ് വരുന്നത്. ബേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം ഞങ്ങളെ ഒരേ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഏകദേശം ഒരേ റേറ്റാണ് വരിക. പിന്നെ ചില സ്ഥലങ്ങളിൽ മെറ്റീരിയൽസിന് കൂടുതൽ പൈസ ഉള്ളിടത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് വ്യത്യാസം വരുന്നത്. ഈ കാരണം കൊണ്ടാണ് നമ്മൾ ഈ ബേസ്മെൻറ്റിൻ്റെ പൈസ ഒരിക്കലും ഇതിൽ ആഡ് ചെയ്യാത്തത്. ചില ആൾക്കാർ അവരുടെ വീടിൻ്റെ പ്ലോട്ട് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, പക്ഷേ നമ്മൾ ആ ബേസ്മെൻറ്റിൻ്റെ പൈസ അവർക്ക് അപ്പം തന്നെ പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം നമ്മളൊരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അതിന്മേൽ പിടിച്ച് തൂങ്ങും. പിന്നെ നമ്മൾ പോണ സമയത്ത് ആ റേറ്റിൽ അവർക്ക് ആ ബേസ്മെൻറ്റ്
തീർക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ബേസ്മെൻറ്റിൻ്റെ പൈസ ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളെ പ്ലോട്ട് നോക്കുക, എന്നിട്ട് അടുത്തുള്ളവരൊക്കെ എത്ര രൂപയ്ക്കാണ് ബേസ്മെൻറ്റ് ഇട്ടെന്നുള്ളതൊന്ന് അന്വേഷിക്കുക. അങ്ങനെയുള്ള നമുക്ക് ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ പ്രൈസ് നിങ്ങൾക്കാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ സൈറ്റിൽ വരുന്ന സമയത്തേ ഉള്ളൂ ഏകദേശം പറയാൻ പറ്റുക, അതും ഏകദേശം മാത്രം. കാരണം ഈ ഭൂമിൻ്റെ അടിയിൽ കിടക്കുന്ന പാറയും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഇതേപോലെ വാനം കയറുന്ന സമയത്താണ് നമുക്ക് ഇതിന് എത്ര പൈസ വരും എന്നുള്ളത് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, ഇവിടെ പാറുണ്ട്, കുഴപ്പമില്ല, നമുക്ക് അവിടെ അത്രയും ഹൈറ്റ് കമ്മിയാക്കി കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് 4 അടി ഡെപ്താണ് പോയിരിക്കുന്നത്. ഇപ്പോൾ മണ്ണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഈ ഒരു ബലമില്ലാത്ത മണ്ണാണ്. ഇപ്പോൾ ആ വേര് നിൽക്കണ ഭാഗം ഇത് ഫില്ലിങ്ങാണ്. അപ്പോൾ ഒരു 2 അടി താത്തിയിട്ട് ബേസ്മെൻറ്റ് ഒരാൾ ഇടുകയാണെന്ന് വിചാരിച്ചോളൂ, ഭാവിയിൽ അതിൻ്റെ അടിയിലേക്ക് ഇരുന്ന് പോകും വീട്. അപ്പോൾ എവിടെയാണോ നമുക്ക് കുറച്ച് മണ്ണ് കിട്ടുന്നത് അവിടെ നിന്ന് വേണ്ട ഇട്ട് വരാനായിട്ട്. അപ്പോൾ ഇത് അസ്ഥിവാരം കീറണ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് കറക്റ്റായിട്ട് എത്ര രൂപ കറക്റ്റ് എക്സ്പെൻസ് വരും എന്നുള്ളത് പറയാൻ പറ്റുക. പിന്നെ ഒരു നോർമൽ കോൺട്രാക്ടർ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. 2 അടി ഡെപ്ത് പാതകം, അതിൻ്റെ മുകളിലേക്ക് ഒരു 1.5 അടി ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേരിയേഷൻ വരുന്ന സമയത്തും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കുള്ളൂ. പ്ലോട്ട് കാണുമ്പോൾ നമ്മളൊരു ഏകദേശ പൈസ പറയും. അസ്ഥിവാരം കയറുന്ന സമയത്തേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് ഏത് രീതിയിൽ ചെയ്യണം എന്നും കൂടിയും പറയാൻ പറ്റുക. കാരണം നമ്മൾ ബേസ്മെൻറ്റ് ചെയ്യണത് ഒരുപാട് രീതിയിൽ ചെയ്യാറുണ്ട്. ഇതേപോലെ കോളം ഫൂട്ടിങ് ചെയ്യാറുണ്ട്. ഇനി ഇങ്ങനെ പാതകം കയറിയിട്ട് അടിയിൽ 1 ഫീറ്റിൽ കോൺക്രീറ്റ് കമ്പിയൊന്നും ഇടാത്ത രീതിയിൽ ഈ ഫ്ലോർ ഹൈറ്റ് വരെ കൊടുന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലിന്ത് ചെയ്യാറുണ്ട്. അതുമല്ല 8 ഇഞ്ചിൽ അടിയിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അടി മുതലേ നമ്മൾ 8 ഇഞ്ചിൽ കമ്പി ഇട്ടിട്ടും ചെയ്യാറുണ്ട്. ഇനി ചെറിയൊരു സാധാരണ ഇതേപോലത്തെ ഒരു ചെറിയ വീട് വയ്ക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഇഞ്ചിലും 5 ഇഞ്ചിലും നമ്മൾ ബേസ്മെൻറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ആ വീടിൻ്റെ വലുപ്പത്തിനും അവരെ കപ്പാസിറ്റിക്കും അനുസരിച്ചിട്ട് ഏത് രീതിയിലേക്ക് വേണമെങ്കിൽ നമ്മൾ ടൈപ്പിൽ വീട് വയ്ക്കുമ്പോൾ നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റാവുന്നതാണ്. പക്ഷേ ഒരു റേറ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഇതുമാതിരി മിനിമം ഈ പാതകം കയറിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ബേസ്മെൻറ്റിൻ്റെ റേറ്റ് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ.